ഷഹബാസിനെ കുറിച്ച് ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇപ്പം കേൾക്കുന്നതേ ഇല്ല. എപ്പം നോക്കിയാലും അഫാൻ്റെ കാര്യമാണ് കേൾക്കുന്നത്. അഫാൻ്റെ ന്യൂസ്, അഫാൻ ചെയ്ത കാര്യങ്ങളും അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും, ആ ഒരു ന്യൂസ് മാത്രമേ എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഷഹബാസിനെ കുറിച്ചോ ഷഹബാസിൻ്റെ കേസിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇപ്പം സംഭവിക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം. ആ ഒരു കുട്ടികളെ അറസ്റ്റ് ചെയ്തു, പക്ഷേ എന്നിരുന്നിട്ട് പോലും അവർക്ക് SSLC എക്സാമൊക്കെ എഴുതാൻ അനുവദിച്ചു. ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അവർ അനുവദിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കുള്ള ബാക്കിയുള്ള നിയമ നടപടികൾ എന്താണ് ശിക്ഷ, ഇതിനെക്കുറിച്ച് ഒന്നും ഭയങ്കരമായിട്ടൊന്നും നിങ്ങൾ ന്യൂസ് മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വലുതായിട്ട് സംസാരിക്കുന്നതേ കാണാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതലും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അഫാൻ്റെ കേസ് മാത്രമാണ്. ഇതാണ് എല്ലാവരും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് ഷഹബാസിൻ്റെ കാര്യങ്ങൾ, ഷഹബാസിനെ കുറിച്ചുള്ള ന്യൂസും അവർക്ക് എന്താണ് ആ ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ള വലിയൊരു ചർച്ചയാണ്. ഇനി അവർ കുട്ടികളായതുകൊണ്ടാണോ എന്നാണൊക്കെ കുറേയധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊന്നവർ കുട്ടികളായതുകൊണ്ട് തന്നെയാണ് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ചും മീഡിയാസ് ഒന്നും വലിയ രീതിയിൽ പുറത്തു വിടാനോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഷഹബാസിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്ര അവഗണന ചെയ്യുന്നു, അവൻ്റെ കാര്യത്തിൽ ഒരു ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. അതൊരിക്കലും ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ പോലെ അപ്ഡേറ്റ് ആയിട്ട് വേറെ ഒരു കാര്യം ഭയങ്കരമായിട്ട് കാണിക്കുന്നതോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് അവരെ അറസ്റ്റ് നടന്നു. ഇപ്പോൾ അവർ മറ്റേ കുട്ടികൾ SSLC എക്സാം എഴുതുകയാണോ അത് അവിടെ പോലീസ് നിരീക്ഷണത്തിൽ മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ ഇത്ര ക്രൂരമായിട്ട് പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയിട്ട് അവർ എക്സാം നടത്തി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിയമ നടപടിയൊക്കെ എന്താണ് ഒന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെയാണോ നമ്മുടെ നിയമം എന്നുള്ളത് ചോദിച്ചു പോവുകയാണ്. കാരണം ഒരു കുട്ടി എക്സാം എഴുതേണ്ട കുട്ടി ഇപ്പോൾ എക്സാം എഴുതാൻ പോലും ജീവിച്ചു പോലും ഇരിപ്പില്ല. പക്ഷെ മറുഭാഗത്താണെങ്കിൽ കൊന്നവന്മാർ എക്സാം എഴുതുന്നു. അവർക്ക് അവകാശങ്ങളും കാര്യങ്ങളും അതിനു വേണ്ടി പോരാടാൻ കുറേ ആൾക്കാരും. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഷഹബാസിൻ്റെ കുറിച്ചുള്ള പുതിയ ന്യൂസൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളങ്ങനെ അപ്ഡേഷൻ ഈ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രം ഞാൻ ലോകത്ത് മൊത്തം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും.